ഞാൻ ക്യാൻസർ രോഗത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. 7 വർഷം മുമ്പ് ഈ സഭയിലായിരിക്കുമ്പോൾ തന്നെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. 6 കീമോതെറാപ്പി എടുത്തു, 15 റേഡിയേഷൻ എടുത്തു. കാരണം അത്ര വലിയൊരു സ്റ്റേജിലാണ് ഞാനായിരുന്നത്. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. മരിച്ച് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചു. 1000കണക്കിന് തവണ ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, യേശുവേ എന്നെയും കൊണ്ട് പോയിക്കോ, ഈ ലോകത്തിലെ ജീവിതം എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, സ്വോത്രക്കാഴ്ചയും വേണ്ട, എനിക്ക് ദശാംശവും വേണ്ട, ഒരു പണവും വേണ്ട, സ്വത്തും വേണ്ട, മുതലും വേണ്ട, വാട്സാപ്പും വേണ്ട, മൊബൈലും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് യേശു മാത്രം മതി, യേശു മാത്രം മതി. നമ്മൾ ആ പാട്ടൊക്കെ പാടും അല്ലേ? യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നമ്മളെല്ലാവരും ആ പാട്ട് പാടും, യേശു മാത്രം മതി എന്ന് പാടും. സത്യസന്ധമായിട്ടാണോ നമ്മൾ പാടുന്നത്? അല്ല. യേശു മാത്രം മതി എന്നല്ലേ. പലതും നമുക്ക് വേണം, കൂടെ യേശുവും വേണം. പക്ഷേ ഞാൻ ആ രോഗത്തിന്റെ തീഷ്ണതയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും എനിക്കിനി യേശു മാത്രം മതി എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യത്തിൽ, പോയിന്റിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ ഞാൻ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് മതിയായി, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സന്തോഷത്തോടെ വരാം, എന്നെ കൊണ്ടുപോയിക്കോ. കീമോതെറാപ്പി എടുത്ത് 6 ദിവസങ്ങൾ വൊമിറ്റ് ചെയ്ത് തകർന്ന് ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു പ്രഭാതകാലം, ഒരു 4-4:30 മണിയായി. മിനി അടുക്കളയിൽ ജോലിക്ക് അവൾ ആഹാരം പാചകം ചെയ്യാനായിട്ട് പോയ സമയത്ത് എൻ്റെ കട്ടിലിൽ ആരോ വന്ന് ശക്തമായി കുലുക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുലുക്കം മാറി. ഒരു അത്ഭുതം. അപ്പം ഞാൻ തളർന്നിങ്ങനെ കിടക്കുകയാണ്, മരണത്തെ പുൽകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു അത്ഭുത പ്രകാശം എൻ്റെ മുറിയിൽ നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ ഒരു പ്രകാശം ഞാൻ എൻ്റെ ജീവിതത്തിൽ, അത്ര സുന്ദരമായ ഒരു പ്രകാശം, സ്വർഗീയ പ്രകാശം. യേശു അവിടെ വന്ന് എൻ്റെ മുറി വന്നു. 5 മിനിറ്റ് നേരം ആ പ്രതിഭാസം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ആ പ്രകാശം പോയി, എൻ്റെ എല്ലാ സുഖവും മാറി, ഞാൻ സൗഖ്യമുള്ളവനായി. ഞാൻ ചാടി എഴുന്നേറ്റു, തളർന്നൊടിഞ്ഞു കിടന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന ദൈവം, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, വിടുതൽ പകരുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ എൻ്റെ രോഗങ്ങളെല്ലാം മാറിപ്പോയി. ഞാൻ ബലത്തോടെ നടന്ന് അടുക്കള ചെന്ന് മിനിയെ വിളിച്ചു. മിനി ഞെട്ടിപ്പോയി. മിനി രക്ഷപ്പെട്ടടി, രക്ഷപ്പെട്ടു. ഇന്ന് 7 വർഷങ്ങളായി സന്തോഷത്തോടുകൂടെ ചെക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്, മരുന്നുകളൊക്കെ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഓരോ സ്കാനിങ് ചെയ്യുമ്പോഴും ഡോക്ടർമാർ അത്ഭുതപ്പെടുകയാണ്, എല്ലാം നോർമൽ. യേശു സൗഖ്യമാക്കിയാൽ അത് പൂർണ്ണതയുള്ള സൗഖ്യമാണ്, പൂർണ്ണതയുള്ള വിടുതലാണ്.